അവിടെ പ്രണയത്തിൽ നിന്നും യുവതി പിന്മാറിയതിനെ തുടർന്ന് അതേ യുവതിയുടെ വീട്ടിലെത്തി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു യുവാവ്. തൃശൂർ കുട്ടനെല്ലൂരിലാണ് സംഭവം ഉണ്ടായത്. കണ്ണാറ സ്വദേശിയും 23-കാരനായ അർജുൻ ലാലാണ് മരിച്ചത്. ഇരുവരും ഒരുമിച്ച് പഠിച്ചവരാണ്. വീടിന്റെ ജനൽച്ചിൽ എറിഞ്ഞു പൊട്ടിച്ച ശേഷമാണ് സിറ്റ് ഔട്ടിൽ വെച്ച് ഇയാൾ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, വളരെ ദാരുണമായ സംഭവമാണ്. ഈ പെൺകുട്ടിയുമായി ഇയാൾ ദീർഘനാളായി പ്രണയത്തിലായിരുന്നു. അടുത്ത സമയത്താണോ ഈ ബന്ധത്തിന് വിള്ളൽ സംഭവിച്ചത്? എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? രഞ്ജിത്ത്, ഈ മരിച്ച അർജുൻ ലാൽ എന്ന പയ്യന്റെ സുഹൃത്തുക്കൾ പറയുന്നതനുസരിച്ച് ഈ പെൺകുട്ടിയും അർജുൻ ലാലും ഇരുവരും സ്കൂൾ കാലഘട്ടം മുതലേ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ മുതൽ ഇവർ പ്രണയത്തിലായിരുന്നു എന്നും ഈ അർജുൻ ലാലിന്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 1 വർഷമായി ഇവർ തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഇവർ പരസ്പരം സംസാരിക്കാറുമില്ലായിരുന്നു. അപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ അർജുൻ ലാൽ ഈ പെൺകുട്ടിയുമായി നിൽക്കുന്ന ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ തീർച്ചയായിട്ടും അത് കാണുകയും ഇതിൽ വളരെ രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഈ ചിത്രം ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്യണമെന്നും ഇല്ലെങ്കിൽ മറ്റ് പരാതി ഉൾപ്പെടെ കൊടുക്കുമെന്നും പറഞ്ഞിരുന്നു. ഈ പയ്യൻ അപ്പോൾ തിരിച്ചു പറഞ്ഞത് ഒരിക്കലും ഈ ചിത്രം ഡിലീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യാ ഭീഷണി നടത്തുകയാണ് ഫോൺ വഴി ചെയ്തത്. എന്നാൽ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇത് കാര്യമായി എടുത്തില്ല. ഈ ചിത്രം ഡിലീറ്റ് ചെയ്യണം എന്ന് തന്നെ കർശനമായി ഈ പയ്യനോട് പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം അർജുൻ ലാൽ തന്റെ സുഹൃത്തുക്കളുമായിട്ട് കണ്ണാറയിൽ ഒരു സ്ഥലത്ത് വിശ്രമിക്കുന്നതിനിടയിലായിരുന്നു സുഹൃത്തുക്കളോട് താൻ ഭക്ഷണം വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു സുഹൃത്തുക്കൾക്കിടയിൽ നിന്നും. അത് കഴിഞ്ഞ് ഇദ്ദേഹം നേരെ ഒരു പെട്രോൾ പമ്പിലേക്ക് പോവുകയും അവിടെ നിന്ന് പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് നേരെ കുട്ടനെല്ലൂരിലേക്ക് പോവുകയും ചെയ്തു. കുട്ടനെല്ലൂരിലാണ് ഈ പെൺകുട്ടിയുടെ വീടുള്ളത്. ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയ ഈ അർജുൻ ലാൽ നേരെ വീടിന്റെ ജനൽ ചില്ല് ഉടയ്ക്കുകയായിരുന്നു ഉണ്ടായത്. തുടർന്ന് ആത്മഹത്യാ ഭീഷണി വീടിന് മുന്നിൽ നിന്നും മുഴക്കുകയുണ്ടായി. പിന്നാലെ വീടിന്റെ സിറ്റൗട്ടിലേക്ക് കയറി ചെന്നാണ് ശരീരത്തിൽ പെട്രോൾ ഒഴിച്ചുകൊണ്ട് സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്ന ഈ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി. ഈ പോലീസുകാരാണ് ഈ അർജുൻ ലാലിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആശുപത്രിയിൽ വെച്ച് മറ്റ് അടിയന്തര ചികിത്സ ഉൾപ്പെടെ നൽകിയിരുന്നു. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഉച്ചവരെ വളരെയധികം ചികിത്സയിൽ തന്നെയായിരുന്നു ഈ പയ്യൻ. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് ഉച്ചയോടെ മരണം സംഭവിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്കായി മൃതദേഹം ഇപ്പോ ആശുപത്രിയിൽ നിന്ന് നടന്ന സംഭവം 23 വയസ്സായിട്ടുള്ള അർജുൻ ലാൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. എന്തിന് ആത്മഹത്യ ചെയ്തു എന്നുള്ളതിൻ്റെ കാരണമാണ് ഇപ്പം ഞാൻ കാണിച്ചെന്ന വീഡിയോ. അതായത് പ്രണയ നൈരാശ്യം. അത്രത്തോളം സ്നേഹിച്ച ഒരു പെൺകുട്ടിയെ നഷ്ടമായി എന്നോർത്തിട്ട് ചെയ്ത സംഭവമാണ്. അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ സ്കൂൾ മുതൽ ഉള്ള പരിചയമാണ്, സൗഹൃദമാണ്, പ്രണയമാണ്. ഇപ്പം ആ കുട്ടിയുമായിട്ടുള്ള ഫോട്ടോ ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റയിലോ മറ്റുള്ള സോഷ്യൽ മീഡിയയിലോ പോസ്റ്റ് ചെയ്തപ്പോൾ ഈ കുട്ടിയുടെ വീട്ടുകാർ അതിന് വിലക്കി, അത് എടുത്ത് കളയാൻ പറഞ്ഞു. പക്ഷേ ഈ പയ്യൻ അത് വിസമ്മതിച്ചു. ഞാൻ കളയില്ല തന്നെ പറഞ്ഞു. പിന്നെ അവർ തമ്മിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടായെന്ന കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. സ്വാഭാവികമായിട്ട് ഈ വിഷയം വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടാകും എന്ന് ഉറപ്പാണ് വീട്ടുകാർ, ഈ പ്രണയത്തിൻ്റെ കാര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കണം. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് ഒരു വിവരമില്ല, എനിക്ക് അറിഞ്ഞില്ല. എന്തായാലും കാണുന്ന ഉറപ്പാണ് എന്തൊക്കെ അവിടെ ഉണ്ടായിട്ടുള്ള കാര്യം അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ വിഷയങ്ങളെല്ലാം ഉണ്ടായി. ഈ പയ്യൻ വളരെയധികം മാനസികമായിട്ട് തകർന്ന് തരിപ്പടമായി. 23 വയസ്സേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൂട്ടുകാരും ഒപ്പം നിൽക്കുന്ന സമയത്ത് ഭക്ഷണം മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയ അർജുൻ ലാൽ പെട്രോൾ പമ്പ് പോയിട്ട് പെട്രോൾ മേടിച്ച് നേരെ ഈ കുട്ടിയുടെ വീട്ടിലോട്ട് ചെന്നു. ഈ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടിലോട്ട് ചെന്നു. ആദ്യം ജനാലിന് കല്ലെടുത്ത് എറിഞ്ഞു. എനിക്ക് തോന്നുന്നു അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. എന്നിട്ട് സിറ്റൗട്ടിലോട്ട് കയറി നിന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. വീട്ടുകാർ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം ആണ് മരണം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ ദാരുണമായിട്ടുള്ള ഒരു മരണം കേട്ടോ. കാരണം എന്ത് പറയാനാ, 23 വയസ്സായ ഒരു പയ്യൻ അത്രത്തോളം മാനസികമായിട്ട് തകർന്നു എന്ന് പറയാം. പ്രണയത്തിൻ്റെ പേരിലൊക്കെയാണ്, സ്കൂള് തൊട്ടുള്ള പ്രണയമൊക്കെയാണെന്നാണ് കൂട്ടുകാർ ഇതിൽ അറിയിച്ചിട്ടുള്ളത്.
സ്കൂൾ തൊട്ടുള്ള പ്രണയം അത്രത്തോളം ഡീപ്പായിട്ട് ഉണ്ടാവും. അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോൾ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നെഗറ്റിവിറ്റി അതിൻ്റെ ബേസ് ചെയ്തിട്ട് കുട്ടിയുടെ കാര്യങ്ങൾ എന്താ അറിഞ്ഞുകൂടാ, ഈ പെൺകുട്ടി എന്താണ് എടുത്തിട്ടുള്ള ഡിസിഷനോ അല്ലെങ്കിൽ എന്താണോ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അതിൽ ഒരു എന്താ പറയുക, മനം നൊന്ത് മനസ്സിന് താങ്ങാനായിട്ടുണ്ടാവില്ല. അപ്പോൾ ആൾ ചെയ്തതാണത്. എന്താ പറയുക അല്ലേ, ആത്മഹത്യ ഒന്നും ഒരു സൊല്യൂഷനല്ല നമ്മളെപ്പോഴും പറയും. പക്ഷേ ആളുകൾ അത് മനസ്സിലാക്കുന്നില്ല. പലപ്പോഴായിട്ട് മനസ്സ് തകർന്നു പോകുമ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് ഈ സംഭവത്തിലോട്ട് ആൾക്കാർ പോവാറ്, ആത്മഹത്യ സംഭവത്തിലോട്ട് ആൾക്കാർ പോവാറ്. അപ്പോൾ സാധാരണ നമ്മൾ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന കേസുകളാണ് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. ആൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പൊതുവെ സംസാരിച്ചിട്ടില്ല. കാരണം അത്രത്തോളം കഠിനമായിട്ടുള്ള ഹൃദയമുള്ളവരെന്നാണല്ലോ നമ്മൾ ആൺകുട്ടികൾ പറയുക, മനക്കട്ടിയുള്ള ആൾക്കാരെന്ന്. അത് തെറ്റിദ്ധാരണയാണ് കേട്ടോ. അതില്ലാത്ത ആൺകുട്ടികളുണ്ട്. ഈ മനക്കട്ടി എന്നൊക്കെ ജെൻഡർ ബേസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ഇന്ന ആക്കുണ്ട് ഇന്ന ആക്കില്ല നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. കരയുന്ന ആണുങ്ങളുണ്ടല്ലോ ഇല്ലേ, സങ്കടപ്പെടുന്ന ആണുങ്ങളുണ്ട്, തകർന്ന് തരിപ്പടായിട്ടുള്ള മനസ്സുള്ള ആണുങ്ങളുണ്ട്. അപ്പോൾ ഇന്നത് പെണ്ണുങ്ങൾക്ക് മാത്രം ഇന്നത് ആണുങ്ങൾക്ക് മാത്രമൊന്നുമില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന വിഷയങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ് കൂടുതൽ, സൂയിസൈഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെന്തോ എനിക്കൊരു ആൺകുട്ടി ഇതേപോലെ തന്നെ പല ആൺകുട്ടികളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ആൺകുട്ടി ഇത്രയും സ്നേഹിച്ചിട്ട്, ഒരു പെൺകുട്ടി ഇത്രയും സ്നേഹിച്ചിട്ട് അവളെ കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ അവൻ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കൂടുതലായിട്ട് ആ വീട്ടുകാരെ പറയാനോ അല്ലെങ്കിൽ കുട്ടിയെ പറയാനോ ഒന്നും നമുക്ക് പറ്റില്ല. കാരണം എന്താണ് അവസ്ഥ, എന്താണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ, വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ കുറേ പേര് ചിലപ്പം ആ പെൺകുട്ടിയെ കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവൾ കാരണമാണ് അവൻ മരിച്ചത്, അങ്ങനെ ചെയ്തത്, സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇനിയിപ്പോൾ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും, എന്താണ് കാരണം എന്നുള്ളത് ഉണ്ടാവുമല്ലോ, എന്തായാലും കാരണങ്ങളുണ്ട്. അപ്പോൾ ആ ഭാഗം കൂടെ നമ്മൾ ക്ലിയർ ചെയ്യണം. അതായത് നമുക്ക് ആ പെൺകുട്ടിയാണ് അവൾ കാരണമാണ് മരിച്ചതെന്ന് പറഞ്ഞ് നമ്മളിതിലാരും ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തണ്ട കേട്ടോ. ഞാൻ ആദ്യമേ വീഡിയോയിൽ പറയാണ്, ഈ വീഡിയോ ഒരിക്കലും ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, ആ പെൺകുട്ടിയുടെ വീട്ടുകാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല. ഇങ്ങനൊരു സംഭവം വാർത്ത കണ്ടപ്പോൾ ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു പ്രണയത്തിൻ്റെ പേരിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് ന്യൂസ് ഞാൻ അങ്ങനെ ഒരു സംഭവം അറിയിക്കുകയാണ്. അത് മാത്രമല്ല, ആ ന്യൂസ് അറിയിക്കണം മാത്രമല്ല കേട്ടോ, വെറുതെ ന്യൂസ് അറിയിക്കാൻ ഉദ്ദേശം കൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോക്ക് വന്നതല്ല, സൂയിസൈഡ് ചെയ്യണ കാര്യത്തെക്കുറിച്ചും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. പ്രണയം നൈരാശ്യം ഇല്ലാത്ത മനുഷ്യന്മാർ ലോകത്ത് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പറയുന്ന പോയിന്റിലോട്ട് വരികയാണ്. നമ്മളിപ്പോൾ സംഭവം പറഞ്ഞു കഴിഞ്ഞാണ് ഞാൻ മെയിൻ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിലോട്ട് വരുന്നത്. അപ്പോൾ പ്രണയിക്കാത്ത ആൾക്കാർ ലോകത്ത് ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം 1, 2, 3 പ്രണയം ഉണ്ടായിട്ടുണ്ടാവും, സ്കൂൾ മുതലോ കോളേജ് മുതലോ എന്തായിക്കോട്ടെ. ഇതിലൊക്കെ ചിലപ്പോൾ അധികം ഫെയിലിയർ ആവാം. കാരണം അതങ്ങനെയാണ് ഉണ്ടാവാം, കുറച്ച് മാത്രമേ സക്സസ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം നമ്മളെ മനസ്സ് നമ്മൾ പാകപ്പെടുത്തണം. ഈ സൂയിസൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല, ഒരിക്കലും ആത്മഹത്യ ഒരു സൊല്യൂഷനായിട്ട് കാണരുത് ഒന്നിൻ്റെയും, ഈ പ്രണയത്തിൻ്റെ എന്നല്ല ഒന്നിൻ്റെയും. അപ്പോൾ നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തുക, മനസ്സിനെ നമ്മൾ ചിന്തിക്കുക, നമ്മളെ സ്നേഹിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ ഫോക്കസ്ഡ് ആവില്ല. നമ്മളെ കരിയർ, നമ്മുടെ ലൈഫ്, നമുക്ക് എന്താണോ സക്സസ്, എന്താണോ നമുക്ക് ചെയ്യേണ്ട ആ കാര്യത്തിൽ നമ്മൾ ഫോക്കസ്ഡ് ആവുക, അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളൊന്ന് ജീവിച്ച് നോക്കുക. പ്രണയം, വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. കുറേ ഭാഗങ്ങളാക്കി നമ്മുടെ ലൈഫിനെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. ജോലി, കരിയർ, പഠനം, വിവാഹം, അല്ലേ, കുടുംബം, എക്സെട്ര. അതിൻ്റെ ഒരു ഭാഗമാണ് കല്യാണം, അല്ലെങ്കിൽ പ്രണയം, കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അത് അങ്ങനെ തന്നെ കാണണം, അല്ലാതെ അത് മാത്രമാണ് ജീവിതം എന്ന് വെച്ചിട്ട് നിൽക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. നിങ്ങളുടെ മനസ്സിന് നിങ്ങൾക്ക് പാകപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യുക, യോഗ ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ സൊല്യൂഷനാണ്. നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രണയിക്കുന്ന ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട് നമ്മുടെ ചുറ്റുഭാഗത്ത്, ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സത്യം പറഞ്ഞ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പറയാണ്, ഒരു അനുഭവവും കാര്യങ്ങളും കൊണ്ടൊക്കെ പറയാണ്. നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് ഫെയിലിയർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവാം. അതൊന്നും നിങ്ങൾ സൂയിസൈഡ് സൊല്യൂഷനായിട്ട് എടുക്കരുത്. നിങ്ങളെ സ്നേഹിച്ച് ജീവിതത്തെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സൂയിസൈഡ് ചെയ്താൽ ആർക്ക് പോയി, അവർക്ക് പോകില്ല, നിങ്ങൾക്ക് പോവുള്ളൂ. അവർക്കിപ്പോൾ നിങ്ങൾ സൂയിസൈഡ് ചെയ്താൽ ആ ഒരു കുറച്ച് ദിവസത്തെ പരിപാടി ഉണ്ടാവുള്ളൂ, കുറച്ച് ദിവസത്തെ ഒരു സങ്കടമോ
അല്ലെങ്കിൽ ഓർമ്മയൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അത് മറക്കും, ഉറപ്പായിട്ടും മറക്കും. ഇങ്ങനെ ആളില്ല. പിന്നെ ജീവിച്ചിരിക്കുന്ന ആളെക്കുറിച്ച് ആൾക്കാർ ഓർക്കുള്ളൂ, മരിച്ച ആൾക്കാരെ കുറിച്ച് അധികം ആൾക്കാർ ഓർക്കാറില്ല. ഒരു ആനിവേഴ്സറി വരുമ്പോഴോ എന്തെങ്കിലും കാര്യം വരും മാത്രം ഓർക്കും. അപ്പോൾ അതുകൊണ്ട് പറയാണ്, നിങ്ങളത് ചെയ്യരുത്. നിങ്ങൾക്ക് നഷ്ടമാവുള്ളൂ, വേറെ ആർക്കും നഷ്ടപ്പെടാനില്ല. നഷ്ടം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും നഷ്ടമാവില്ല. ഞാൻ ഒരാൾക്കും നഷ്ടം എന്ന് പറയില്ല, നിങ്ങൾക്ക് മാത്രമേ നഷ്ടം വരുള്ളൂ. അതുകൊണ്ട് പറയാണ്, ചെറുപ്പക്കാരികളോടും ചെറുപ്പക്കാരന്മാരോടും പറയാണ്, ഒരിക്കലും നിങ്ങൾ സൂയിസൈഡ് ചെയ്യരുത്. സൊല്യൂഷനല്ല. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ പ്രശ്നം ചിലപ്പോൾ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ആ സ്ഥലത്തു നിന്ന് മാറി നിൽക്കുക കുറച്ച് കാലം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുക. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഈ സൊല്യൂഷൻ എടുക്കരുത്. ഇതൊരു സൊല്യൂഷനല്ല, ഇതൊരു പരിഹാരമല്ല, ഒളിച്ചോട്ടാണ് എങ്ങോട്ടോ എന്തോ ഒരു ഇതിന്. ഇത് ചെയ്യരുത് ക്രൂരമായിട്ട്. കാരണം ഈ പയ്യൻ്റെ ഇത് കണ്ടപ്പോൾ എനിക്കിത് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. എന്തോ കരിഞ്ഞാകത് എന്തോ പോലെ ഒരു ഇത് ബോഡി. ഇത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി എനിക്ക്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഒരു എന്താണ് ഇതുകൊണ്ടൊക്കെ ഉള്ളൊരു ബെനിഫിറ്റ് എന്താണ്, ആർക്ക് നഷ്ടം എന്ന് ചിന്തിക്കുക. ഇതൊന്നും ചെയ്യരുത്, എനിക്കതേ പറയാനുള്ളൂ. അപ്പോൾ ഒരു മെസ്സേജായിട്ട് ഇത് കാണുക, ഒരു ഗുഡ് മെസ്സേജായിട്ട് കണ്ടിട്ട് എൻ്റെ ഒരു വീഡിയോൻ്റെ ആർക്കെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവട്ടെ. അത് തിരിച്ചറിയാം കേട്ടോ കാര്യങ്ങളൊക്കെ. അടുത്ത വീഡിയോ കാണാം. ബൈ.